ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ നമ്മൾ പെരുന്നാൾ വിശേഷങ്ങളെല്ലാം ആയിട്ടാണ് കേട്ടോ. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. അതിൻ്റെതാ തലേദിവസം രാത്രി ഞാനിപ്പോൾ കടലപ്പം ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ഇത് നമ്മൾ കാസർഗോഡ് പെരുന്നാൾ നല്ല സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 1.5 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് കേട്ടോ. കുതിർത്ത് വെച്ചത് ഇത് ഒരു 3-4 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചതാണ് കേട്ടോ. ഇതിപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു 3 മുട്ടയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1.5 കപ്പ് അരിക്ക് 3 മുട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് ഓപ്ഷണലാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഷുഗർ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പിടി തേങ്ങ ഇട്ട് കൊടുക്കുക കേട്ടോ. കുറേയൊന്നും വേണ്ട, കുറച്ച് മതി. കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. നല്ല പോലെ ഈ കടലപ്പത്തിന് മാവ് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം കേട്ടോ. ഇപ്പോൾ ഇതാ ചെറിയൊരു ബൗളിലേക്ക് കുറച്ച് മാവ് ഒഴിച്ചിട്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് കടല ഇട്ട് കൊടുക്കാം. ഈ പൊട്ട് കടലയാണ് കേട്ടോ അടുക്കൽ ഇങ്ങനെ അപ്പം ചൂടാൻ നമ്മളപ്പം കടലപ്പം എന്നാണ് പറയുക കാസർഗോഡെല്ലാം. ഇങ്ങനെ കുറച്ച് കടല ഇതിലേക്കിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതാ നല്ല ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഇത് മിക്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. കടലൻ്റെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ടിട്ട് വേണം കേട്ടോ ഇട്ട് കൊടുക്കാൻ. ഇങ്ങനെ ഒറ്റയായി സെപ്പറേറ്റ് ആക്കി ഇട്ട് കൊടുക്കുക. നല്ല ചൂടായ എണ്ണയിലേക്ക് വേണം കേട്ടോ ഇട്ട് കൊടുക്കാൻ. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കുക. ഇതിങ്ങനെ സെപ്പറേറ്റായി ഇട്ട് കൊടുത്തില്ലെങ്കിലല്ലേ ഫുള്ളൊന്ന് ഒട്ടിപ്പിടിച്ചൊരു കട്ടയായി പോകും. പിന്നെ ഉള്ളെല്ലാം ഒരു വെന്ത് കിട്ടിയില്ല, അങ്ങനെ ഒരു വേവാത്ത പോലെ ഉണ്ടാവും. ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തിട്ട് തന്നെ ഇട്ടാൽ മതി കേട്ടോ. ഒരു ചെറിയ സ്പൂണിലെടുത്തിട്ട് എന്നിട്ട് ഇതാ നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ഇതാ കടലപ്പം നല്ല പോലെ ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ ഇത്. അതുമല്ല നമുക്കിത് 1 മാസത്തിൽ കൂടുതലല്ല നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അങ്ങനെ കേടായി പോകുന്നില്ല. നമുക്ക് എത്ര വേണമെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ. ഇത് നല്ല ടേസ്റ്റും തന്നെയാണ്. അതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് കഴിക്കാനെല്ലാം നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ കാസർഗോഡ് ഇങ്ങനെ സ്പെഷ്യലായിട്ട് പെരുന്നാളിന് ഇങ്ങനത്തെ അപ്പങ്ങളെല്ലാം ഉണ്ടാക്കലുണ്ട്. പിന്നെ രാത്രിയിൽ കുറച്ച് ഷോപ്പിംഗ് കൂടി ബാക്കിയാണ്. അതിന് കുറച്ച് സാധനങ്ങളെല്ലാം ഒന്ന് പർച്ചേസ് ചെയ്യാനുണ്ടായിന്. അങ്ങനെ പിന്നെ രാത്രിയിൽ പോയിട്ട് വാങ്ങലാം. എത്ര സാധനങ്ങൾ വാങ്ങിയാലും പിന്നെ എന്തെങ്കിലും ആയിട്ട് മറന്നു പോട്ടാ. ഇപ്പോൾ ഇങ്ങനെ മറന്ന സാധനങ്ങളൊന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് വന്നതാ. പിന്നെ അത് ഐഷുവിന് മൈലാഞ്ചി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്കും അങ്ങനെ വെക്കാൻ അറിയില്ലെങ്കിലും ഞാനിങ്ങനെ ബഡ്സെല്ലാം ഉപയോഗിച്ച് ഇങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ആക്കി കൊടുത്തതാണ്. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ മൈലാഞ്ചി വെക്കുന്നത്. പിന്നെ ഇതാ പെരുന്നാൾ രാവിലെ നിസ്കാരമെല്ലാം കഴിഞ്ഞ് രാവിലെ 6:15 പെരുന്നാൾ നിസ്കാരം ഉണ്ടായത്. പിന്നെ പെരുന്നാൾ നിസ്കാരമെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കിച്ചണിലേക്ക് പോകലാം. പിന്നെ നമ്മൾ സാധാരണ നമ്മളെ പഴംപൊരിയും പിന്നെ കിഴങ്ങ് ബജിയെല്ലാം ഉണ്ടാകുന്നില്ലേ, അതെല്ലാം ഉണ്ടാക്കലാണ്. പിന്നെ രാവിലെ ചായക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പെരുന്നാൾ രാവിലെ ഇങ്ങനെ ഈ ഫുഡെല്ലാം ഉണ്ടാക്കുന്ന ടൈമിൽ നാട്ടിൽ നല്ല മിസ്സാവും കേട്ടോ. നാട്ടിലെല്ലാം നല്ല രസമല്ല ഇങ്ങനെ പെരുന്നാളിന്. ഇവിടെ നമ്മളിങ്ങനെ ഒറ്റയ്ക്കെല്ലാം ആയതുകൊണ്ട് ഇങ്ങനെ നാട്ടിലത്തെ നല്ല ഓർമ്മ വരും കേട്ടോ. ഇങ്ങനെ പെരുന്നാൾ ഇങ്ങനെ സ്പെഷ്യലെല്ലാം ഉണ്ടാകുമ്പോൾ. ഇനിയിപ്പോൾ ഇതായി സ്നാക്സ് എല്ലാം ആക്കി കഴിഞ്ഞ് പിന്നെ ചായ കുടിച്ചതിന് ശേഷം പിന്നെ ബിരിയാണി വെക്കുന്നതാണ് കേട്ടോ. ഇന്ന് പിന്നെ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. സ്പെഷ്യലായിട്ട് ഞാൻ ഇന്ന് മംഗല ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നമുക്ക് മംഗല ബിരിയാണി നല്ല ടേസ്റ്റല്ല നാട്ടിൽ നിന്ന് കഴിക്കുന്നത്, അതുതന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. ഇപ്പോൾ ഇത് ആദ്യം തന്നെ ചിക്കനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് കേട്ടോ ബിരിയാണിക്ക് വേണ്ടിയിട്ട്. ഇപ്പോൾ നോർമൽ മാരിനേഷൻ ചെയ്ത് വെച്ചതാണ് കേട്ടോ. നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രം ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മാരിനേഷൻ ചെയ്ത് വെച്ചതാണ്. ഇതൊന്ന് നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ.
ചിക്കനെല്ലാം ഒന്ന് ഫ്രൈ ആകുന്ന ടൈമിൽ ഇപ്പോൾ ഇതാ മസാല റെഡിയാക്കുന്നതാണ് കേട്ടോ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള. അതിന് ഞാനിപ്പോൾ ഇതാ കുറച്ച് സൺഫ്ലവർ ഓയിലിലേക്ക് ഇത് നമ്മൾ ഹോൾ സ്പൈസസ് ഇല്ലേ അത് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് തന്നെ അതിന് ശേഷം നമുക്ക് ഇങ്ങനെ തിന്നായിട്ട് കട്ട് ചെയ്ത സവാള ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 1.5 കിലോ ചിക്കനിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നമുക്കിപ്പോൾ മസാലയിൽ കുറച്ച് കൂടുതൽ തന്നെ ഉള്ളിയെല്ലാം വേണമല്ലോ. ഇങ്ങനെ നല്ല തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ നീളത്തിൽ, എന്നാലും നമുക്ക് വേഗം വാടിക്കിട്ടും. ഇങ്ങനെ അതാ നല്ല പോലെ ഒന്ന് വാടിക്കിട്ടണം കേട്ടോ ഉള്ളി. ഉള്ളിയിലൊന്ന് വാടി വരുമ്പോൾ ഇനി ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഇങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ബിരിയാണിയിൽ ഇങ്ങനെ കട്ട് ചെയ്ത് ഇടലാണ് കേട്ടോ. തക്കാളിയിൽ നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കണം കേട്ടോ. അതായത് പോലെ നല്ല പോലെ ഉടഞ്ഞു വരണം. നല്ല പോലെ ഒന്ന് ഒരു ക്രീമി ആയിട്ടുള്ള ടെക്സ്ചർ കിട്ടും കേട്ടോ ഇങ്ങനെ ഉടഞ്ഞു വരുമ്പോൾ. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഞാൻ പേസ്റ്റ് ആക്കിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മൂന്നും ഒന്നിച്ച് പേസ്റ്റ് ആക്കി എടുത്തതാണ് കേട്ടോ. ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പ് നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ഇട്ടതാണ്, അതുകൊണ്ട് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് എത്രയാണോ സ്പൈസസ് വേണ്ടത് അതനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ബിരിയാണിയിൽ രാവിലെ ഉണ്ടാക്കി വെച്ചാൽ പിന്നെ പണിയെല്ലാം എളുപ്പമാവുമല്ലോ. ഇപ്പോൾ ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി 1 ടേബിൾ സ്പൂണ് ബിരിയാണി മസാലയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതിൻ്റെ പച്ചമണലൊന്ന് മാറുന്നവരെ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് തൈര് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പുളിയില്ലാത്ത കട്ട തൈര് വേണം ഇട്ട് കൊടുക്കാൻ. 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ ചിക്കന്. ഇനി ഇതെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. മെല്ലെ ചിക്കനെല്ലാം ഒന്ന് പൊളിയാതെ വേണം ഇളക്കി കൊടുക്കാൻ. ഇങ്ങനെ മംഗല ബിരിയാണിയിൽ നമുക്ക് നാട്ടിൽ നിന്നല്ല കഴിക്കാൻ കിട്ടൽ. ഇങ്ങനെ ഇവിടെ കുറവാണ് കേട്ടോ ഈ ബിരിയാണി കിട്ടൽ. എനിക്ക് ഈ റെസിപ്പി എൻ്റെ ഉപ്പ പറഞ്ഞു തന്നത്. എൻ്റെ ഉപ്പക്ക് നല്ല പോലെ ബിരിയാണി ഉണ്ടാക്കാറ് കേട്ടോ, അങ്ങനെ സ്പെഷ്യലായിട്ട്. അത് നല്ല ടേസ്റ്റും തന്നെയാണ്. ഇനി മസാലയിലേക്ക് കുറച്ച് കറിവേപ്പിലയും പിന്നെ കുറച്ച് മല്ലിയിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മംഗല ബിരിയാണിക്കുള്ള മസാല റെഡി ആയിട്ടാ. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു വലിയ പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം കേട്ടോ. നെയ്യ് കുറച്ച് കൂടുതൽ തന്നെ ഇട്ട് കൊടുക്കുക, എന്നാലേ നമുക്ക് ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാനിപ്പോൾ 4 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. സവാളയൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. സവാള ഒന്ന് ചെറുതായിട്ട് വാടി വരുമ്പോൾ ഇതിലേക്ക് ഒരു ചെറിയ ക്യാരറ്റ് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ഇനി ഇതെല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചറും ഗാർലിക്കും പിന്നെ പച്ചമുളകെല്ലാം കൂടിയിട്ടൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് അത് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിട്ടാൽ നല്ല ഫ്ലേവറായിട്ട് റൈസിന് നല്ലൊരു സ്പെഷ്യൽ ഫ്ലേവർ ഇത് ഇട്ട് കൊടുത്താൽ 1 ടേബിൾ സ്പൂൺ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി കുറച്ച് ഹോൾ സ്പൈസസും കൂടി ഇട്ട് കൊടുക്കുക. കുറച്ച് അധികം തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ, എന്നാലേ നമുക്ക് നല്ല ഫ്ലേവർ ഉണ്ടാവും ഇതിൻ്റെ.
ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല പോലെ മൂത്ത് വരണം കേട്ടോ. ഇതിൻ്റെ പച്ചമണലൊന്നും മാറി നല്ലൊരു സ്മെല്ലുണ്ടാവും. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന രീതിയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഞാൻ ജീരകശാല റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ഇനി വെള്ളം ഒന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ലപോലെ കഴുകിയെടുത്ത റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ മംഗല ബിരിയാണിക്ക് ജീരകശാല റൈസ് തന്നെ എടുക്കാൻ നോക്കുക കേട്ടോ. എന്നാലേ നമുക്ക് ആ പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടുള്ളൂ. ജീരകശാല റൈസിൽ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി ഇതൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് അടിച്ച് വെക്കാം കേട്ടോ. ഒരു 10 മിനിറ്റ് മതി കേട്ടോ റൈസെല്ലാം വെന്ത് കിട്ടാൻ. ഇതാ 10 മിനിറ്റിന് ശേഷം നല്ല പെർഫെക്റ്റ് ആയിട്ട് റൈസ് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ജീരകശാല റൈസ് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം തന്നെ എടുത്താൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അങ്ങനെ നല്ല ബിരിയാണി റൈസ് റെഡിയായി. ഇനി ഒരു ചെറിയൊരു പാൻ എടുത്ത് നമുക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് ഈ നെയ്യിൽ ഒന്ന് സവാള ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാണ് കേട്ടോ. എന്നാൽ നമുക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ബിരിയാണിയിൽ. ഇപ്പോൾ ഇതാ ഒരു ടേബിൾ സ്പൂൺ നെയ്യിലേക്ക് ഒരു ചെറിയൊരു സവാള ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നല്ല പോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. നല്ല ബ്രൗൺ കളറായിട്ട് വരുന്നവരെ നല്ല പോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അതായത് ഇതുപോലെ നല്ല പോലെ റോസ്റ്റ് ആയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കാഷ്യും പിന്നെ കുറച്ച് കിസ്മിസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ ഇടയിൽ ഞാൻ പിന്നെ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് പിന്നെ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്ന. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പാലിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഒന്ന് കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ബിരിയാണീൻ്റെ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളിൽ യെല്ലോ ഫുഡ് കളർ ഉണ്ടെങ്കിൽ അത് ഇട്ടാലും മതി കേട്ടോ. ഞാനിപ്പോൾ പാലിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതാണ്. ഇത് ഇട്ടാൽ നമുക്ക് നല്ലൊരു യെല്ലോ കളർ കിട്ടും കേട്ടോ. ആ ബിരിയാണീൻ്റെ അതേ കളറ്. ഇനി ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച ഉള്ളിയില്ലേ അത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ മുകളിലേക്ക് ഇതെന്തായാലും ഇട്ട് കൊടുക്കണം. ഇതിട്ടാൽ നമുക്ക് ആ മംഗല ബിരിയാണീൻ്റെ ആ ഒരു സ്മെല്ലും അതേ ഫ്ലേവറെല്ലാം കിട്ടുള്ളൂ. നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള മംഗല ബിരിയാണി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഇതുപോലെ പിന്നെ ഇതാ നമ്മൾ ഡ്രസ്സെല്ലാം ആക്കിയതിന് ശേഷം പിന്നെ പാർക്കിലേക്ക് വന്നതാണ് കേട്ടോ. കുറച്ച് ഫോട്ടോസെല്ലാം എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ കുട്ടികളുടെ ഫോട്ടോസെല്ലാം കുറച്ച് എടുത്ത്. ഇതാണ് കേട്ടോ ഐഷുവിൻ്റെ പെരുന്നാളിൻ്റെ ഡ്രസ്സ്. നെഹ്സലിൻ്റെ രണ്ടാൾക്കും ഒരു ചെക്സ് ആ ടൈപ്പിലുള്ള ഡ്രസ്സാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ പാർക്കിൽ വന്ന് പിന്നെ അവൾ കളിയെല്ലാം തുടങ്ങി. പിന്നെ കുറച്ച് ടൈം കഴിഞ്ഞ് കുട്ടികളുടെ കളിച്ച് പിന്നെ കുറച്ച് ഫോട്ടോസെല്ലാം എടുത്ത് കേട്ടോ. ഇവിടെ പിന്നെ പെരുന്നാളിന് ഇങ്ങനെ പാർക്കിൽ വന്നിരിക്കലും പിന്നെ ഇവിടെ പോകാനൊന്നും ഇല്ലല്ലോ. പിന്നെ ഇങ്ങനെ പാർക്കിൽ വന്ന് കുറച്ച് ടൈം ഇങ്ങനെ സ്പെൻഡ് ചെയ്യും കേട്ടോ. ഞാൻ UAE വന്നതിന് ശേഷം എനിക്ക് ആദ്യത്തെ പെരുന്നാളാണ് കേട്ടോ. നമുക്കിപ്പോൾ ആദ്യത്തെ പെരുന്നാൾ ഇവിടെയാണ്. പിന്നെ ഇവിടെ കുറച്ച് ടൈമിൽ ഇങ്ങനെ സ്പെൻഡ് ചെയ്തിരുന്നു കേട്ടോ പാർക്കിൽ. പിന്നെ എൻ്റെ റിലേറ്റീവ്സ് എല്ലാം കുറച്ചെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവരെല്ലാം ഇങ്ങനെ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം പിന്നെ പോകല. ഞാൻ പിന്നെ അധികം ക്ലിപ്സും വീഡിയോസും ഒന്നും എടുത്തിട്ടാട്ടാ. അങ്ങനെ കുറച്ചെടുത്തത് മാത്രം ഇങ്ങനെ ഷെയർ ചെയ്തതാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയല്ലല്ലോ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും എൻ്റെ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.